ആമേൻ. വീണ്ടും വായിക്കാം, ഒരുമിച്ച് വായിക്കാം. നാം വായിച്ച വേദഭാഗത്തിലേക്ക് വരാമല്ലോ. മത്തായി സുവിശേഷം 1:22. Let us turn attention to Gospel And of Isaiah Matthew. chapter 7 verse 14 too. Matthew chapter 1 verse 22 and 23. And yeah. Vaisho mama. It's Isaiah chapter 7 verse 14. കഴിഞ്ഞ ആഴ്ച നാം ആഹാസ് രാജാവിനെ കുറിച്ച് ഇമ്മാനുവേൽ എങ്ങനെയാണ് പഴയ നിയമത്തിൽ നിന്ന് ആഹാസ് രാജാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു വരികയായിരുന്നു. We were talking about the king named Ahaz and how Emmanuel was being brought forward in that time of Isaiah. എല്ലാ യൗവനക്കാർ ഉൾപ്പെടെ എല്ലാവരും ആമേൻ പുസ്തകം എടുത്തേ, എല്ലാവരും ബൈബിൾ എടുത്തേ. Turn you open your Bibles. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. I come back to Isaiah chapter 7. അതിനകത്ത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും അരാം രാജാവും വേഴ്സ് 2 അരാം രാജാവ് എഫ്രൈമിനോട് ചേർന്ന് ആർക്കെതിരെ യുദ്ധത്തിന് വരികയാണെന്ന് അറിയാമോ? ആമേൻ. ഇവരോട് യുദ്ധത്തിന് വരികയാണ്. The army of Aram and Ephraim's army are coming together to come against the family of Ahaz. യഹൂദയോട് യുദ്ധത്തിന് വരികയാണ്. That they're coming against Judah. അപ്പോൾ നാം അവിടെ പറയുന്ന വാക്കുകൾ അവസാനം അവസാനിപ്പിച്ചത് 7 verse 2 തൊട്ട് വായിച്ചേ മോനെ, അല്ലെങ്കിൽ 1 തൊട്ട് വായിച്ചു, 1 തൊട്ട് 4 വരെ വായിച്ചു. മതിയമ്മേ, അവിടെ നാം അവസാനം പറഞ്ഞു നിർത്തുന്ന ഓർമ്മയുണ്ടാകും. സൂക്ഷിച്ചുകൊള്ളുക, സാവധാനമായിരിക്കുക, 2 മുറിക്കൊള്ളികൾ നിമിത്തം നീ ഭയപ്പെട്ടു പോകരുത്. As we ended that day, it says, be careful, stay calm, do not be afraid, they are nothing but 2 pieces of smoking fire. വളരെ വ്യക്തമായി തന്നെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു, നിങ്ങൾ ആമേൻ ഭയപ്പെട്ടു പോകരുത്. The Holy Spirit clearly talked to me, you do not go afraid. ഈ സമാധാനമായി ഇരിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ വാക്യത്തിലേക്കൊന്നും കടക്കുന്നില്ല, എൻ്റെ പരിമിതി കൊണ്ട് വേഗത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. എല്ലാം ശ്രദ്ധിച്ചില്ല. ദൈവം ഒരു മനുഷ്യനോട് പറയാം സമാധാനമായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. When God is saying peace be with you, it clearly means I have taken care of your situation. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പാടുള്ള കാര്യവും അതാണ്. One of the biggest, hardest things about us, it's that problem right there. അപ്പം ഈ സമാധാനം എനിക്ക് ദൈവം ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നാം പറയുന്നൊരു കാര്യം, ദൈവമേ അങ്ങ് ഏറ്റെടുത്തെങ്കിൽ എനിക്കൊരു അടയാളം കാണിച്ചു. When God says I've taken care of, we often tell God, would you show me a sign that you've taken care of this? ഇല്ലേ, നമ്മളെല്ലാവരും കർത്താവേ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നൊരു അടയാളം എനിക്കതാ. God, show me a sign that you are with me. നമ്മുടെ എല്ലാം ആഗ്രഹം അതാ. That's what we all want. നാം എന്തെങ്കിലും കണ്ടാൽ വിശ്വസിക്കുന്ന കൂട്ടത്തില നമ്മളല്ല. We're a generation of people where we see we have faith. നമുക്ക് ചിലത് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ചുവടെടുത്ത് വെക്കാൻ പറ്റൂ. Only if we have faith or see something we can take the next step. ഇന്നത്തെ കാലയളവിൽ ഈ ജനറേഷനിൽ പുതിയ നിയമസഭയ്ക്കകത്ത് ആമേൻ സ്തോത്രം ശബ്ദം കൊണ്ട് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യവും ദൈവിക വാഗ്ദത്തങ്ങൾ കേട്ടത് മുഖാന്തരവും വിശ്വസിക്കുന്ന ജൈവജനത്തിനായി ഞാൻ കരങ്ങളുയർത്തി നന്ദി പറയുകയാണ്. Thank God for the generation that God is awakened that will have faith in him without seeing and fully trusting blindly in him. പണ്ടൊരിക്കൽ ഒരു വ്യക്തി പറഞ്ഞൊരു ഒരു പള്ളിയിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ തമാശ രൂപേണ പറഞ്ഞൊരു കാര്യമാണ്. ഒരിടത്ത് പൈസ കൊടുക്കാറുണ്ടായിരുന്നു. അതൊരു ചായക്കടയല്ല, നിങ്ങൾക്ക് തട്ടുകട നാട്ടിലെ കടയിൽ ഒരു പൈസ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോ ഈ 2 അച്ഛന്മാരാണ്. അപ്പോൾ ഇദ്ദേഹം ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തി പറഞ്ഞു, ആ ചായക്കടക്കാരുടെ അടുത്ത് പറഞ്ഞു നാളെ തരാമെന്ന് പറഞ്ഞു. And one of the first priest tells that other person, I'll give you to tomorrow. അപ്പോൾ ഒരു മാസത്തെ പറ്റുന്നതെന്ന് മനസ്സിലാവുമല്ലോ. ആ ഒരു കടം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു എല്ലാം കൂടെ ചേർത്ത് നാളെ തരാം. And after again, and I'll give it all together back to you. അപ്പം ഇത്
2-3 മാസം കഴിഞ്ഞപ്പോ And after 2 or 3 months, ഈ കടക്കാരൻ ഇത് ഈ പുരോഹിതന്റെ മുഖത്തേക്ക് നോക്കി. and then this shop owner looks at the priest at his face. ഇത് തന്നെയല്ലോ ഞായറാഴ്ച ഞങ്ങളും കേൾക്കുന്നേ. Isn't this what we hear on Sunday? വേഗം വരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. അതുപോലെ ആവോ അച്ഛാ എന്റെ പൈസയുടെ കാര്യം. That Christ will come soon and he still doesn't come. Is this what's happening with your situation as well? അതുപോലെ ആകരുത് നമ്മുടെ കാര്യങ്ങൾ. Your situation shouldn't be like പക്ഷേ that. കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ കർത്താവ് വരിക If തന്നെ Christ said ചെയ്യും. he will return, without doubt he will. സാവധാനമായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ സാവധാനമായി ഇരിക്കുക Stay തന്നെ in വേണം. peace when he says you must stay at മിണ്ടാതെ peace. ഇരിക്കുക എന്ന് പറഞ്ഞാൽ മക്കളെ മിണ്ടാതിരിക്കുക If he തന്നെ വേണം. says to be quiet, be quiet. കാരണം ചരിത്രം ഈ വചനത്തിൽ പഠിക്കുമ്പോൾ ദൈവം പറയാം നിങ്ങൾ മൗനമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു പറയുമ്പോൾ ഞാൻ ഒത്തിരി എഴുതി വെച്ചു, പക്ഷെ അതിലേക്ക് വാക്യത്തിലേക്ക് പോകുന്നില്ല. അവിടെ എല്ലാം പറയാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന History ദൈവം. says like this, just stay calm because I am going to fight for you. അതുകൊണ്ടാണ് വ്യക്തമായി കർത്താവ് പറഞ്ഞത് That's സാവധാനമായിരിക്കുക. why God says stay calm. കാരണം Be at പഴയ peace. നിയമം പഠിക്കുമ്പോൾ ഈ രാജാക്കന്മാർക്കെല്ലാം ഓർമ്മയുടെ പുസ്തകങ്ങൾ, ദിനവൃത്താന്ത പുസ്തകങ്ങളുണ്ട്. അതിനകത്തെല്ലാം കറക്റ്റായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തികളും അവരുടെ ജയങ്ങളും പരാജയങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. Back in the day, the kings would know and remember their victories and their death, and അപ്പോൾ they will ഈ write it down. രാജാക്കന്മാർക്ക് എല്ലാം അറിയാം എങ്ങനെ അവരെ ദൈവം നടത്തി എന്നുള്ളത്. So all the kings know how God led them thus ഇതുപോലെ far. നമ്മൾക്കും അറിയാം എങ്ങനെ നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ And നടത്തിയെന്ന്. so we ourselves know how God led us thus far. പക്ഷേ അതിനെ അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ പാടില്ല. But we're not able to ഓക്കെ, accept നമ്മൾ it yet. മുൻപോട്ട് പോവുകയാണ്. കർത്താവ് പറഞ്ഞു സൂക്ഷിച്ചു കൊള്ളുക, സാവധാനമായിരിക്കുക, 2 മുറിക്കൊള്ളികൾ നിമിത്തം നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. So God is saying stay calm and do not be afraid. All they are nothing but 2 smoking fire. ആമേൻ. അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ So കാരണം? why is it being said like this? അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മോനെ നീ അറിയേണ്ട ഒരു കാര്യമുണ്ട്. There's something that you need to അവിടെ know. ദൈവം പറയുകയാണ്, അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ആകാശോട് പറയുന്ന കാര്യം, നീ ദൈവത്തിന്റെ ശബ്ദത്തെ വിശ്വസിക്കാൻ തക്കവണ്ണം നിന്റെ ആകാശത്തെ നിന്റെ അകക്കണ്ണൊന്ന് തുറക്കുക. So prophet Isaiah is saying to us, in order for you to see that God's faithfulness, you need to open your inner അതല്ലേ ആ eyes. വാക്കിനകത്ത് വ്യക്തമായി പരിശുദ്ധാത്മ പറയുന്നത്. And that's what's saying clearly in the word of ഇത് പറ, God. ഞാൻ പാസ്റ്റർ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ കയ്യിൽ ഒരു ഉത്തരമുണ്ട്. And if I tell pastor to stay calm, there's some responsibility that I have to give to കാരണം him. എനിക്കതിനകത്ത് ചെയ്തെടുക്കാൻ കഴിയും. I need to do something part to him. അതെന്താ അങ്ങനെ പറയാൻ കാരണം? Why do I need to say it like പറയാൻ this? കാരണമുണ്ട്. There's a reason ആമേൻ, why. സ്തോത്രം. ഒന്ന് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് 2 വായിച്ചാട്ടെ. Kings chapter 6 verse 15. വളരെ അറിയാവുന്ന കാര്യമാണ്. 2 Kings chapter 6 verses 15, 16 and 17. ആ ആ അമ്മാമേ, അതിന്റെ 14-ാം വേഴ്സ് 14 ഒന്ന് വായിച്ചാൽ ഒന്ന് കുറച്ചുകൂടെ കാര്യം. വേഴ്സ് 14 ഒന്നിട്ടേ മോനെ. വേഴ്സ് 14. ആ ആ മതി. അവിടെ അവൻ അവിടേക്ക് ശക്തിയുള്ള, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പോകില്ല, എലീഷ പ്രവാചകനും അരാമ്യ സൈന്യവും തമ്മിലുള്ള സംഭവമാണിത്. So ഓക്കെ this is the prophet Elisha against the Aramites. ഓക്കെ, അവൻ അവിടേക്ക് ആ അരാം സൈന്യം എങ്ങനെയുള്ള സൈന്യമാണ്? ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. Then the king sent horses and chariots and a strong army എന്നിട്ട് അവർ there. അരാം സൈന്യം പട്ടണം വളയുകയാണ്. And they're building a strong wall or a wall ഇങ്ങനെ there. ഇരിക്കുമ്പോഴാണ് ദൈവപുരുഷനായ എലീശയുടെ ബാലിക്കാരൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ സൈന്യം മുഴുവൻ ഈ പട്ടണത്തെ That's when വളഞ്ഞിരിക്കുന്നു. the servant of Elisha comes in and sees a ഇനി big ഈ army that is surrounding 50 them. മക്കളെ, വേഴ്സ് 15 ഒന്ന് നോക്കിക്കേ. ആ ആ ആ ആ മോനെ 15 വേഴ്സ് 15 കറക്റ്റ്. വേഴ്സ് 15 ഉണ്ട് മോനെ. മതി മതി മതി. ഓക്കെ, അവിടെ നോക്കിയേ. ബാലിക്കര അയ്യോ യജമാനനെ, അയ്യോ എന്നുള്ള വാക്ക് He says, oh no. എന്ന് പറ, ആ ഏറ്റവും ഭയപ്പെട്ട് വിളിക്കുക, അയ്യോ യജമാനനെ നാം എന്ത് ചെയ്യുമെന്ന് പറയുക. And he's saying, oh no, my master, what can we do? നോക്കി, ഇതുപോലാണ് അരാം സൈന്യവും എഫ്രൈമിനും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ആഹാസിനുണ്ടായ ഭയം. ഇത് അയ്യോ എനിക്കിതിനെ എങ്ങനെ മറികടക്കാൻ This is പറ്റും? the same fear King Ahaz had when the Aramites and Ephraimites joined ഇന്ന് together പകൽ to fight ആരെങ്കിലും them. ആ ഒരു ശബ്ദം അയ്യോ എന്ന രീതിയിൽ എവിടെങ്കിലും ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ തുടർന്നുള്ള ശബ്ദങ്ങളെ ആത്മനിയോഗത്തോടെ
ബോധത്തോടെ കേൾക്കുക. ജീവിതത്തിന് ഏത് സാഹചര്യത്തിലും ഞാൻ ഉൾപ്പെടെ പ്രസംഗിക്കുന്ന നമ്മൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള അയ്യോ കർത്താവേ ഇനി എന്നാ ചെയ്യുമെന്ന് ചോദിക്കാത്ത ആരെങ്കിലും Is there ഇതിനകത്തുണ്ടോ? anybody in this prayer, including us two standing how ears, have said, oh no? ആമേൻ. അത് 14 ഇനി വേഴ്സ് 16 ഒന്ന് വായിച്ചേ. ആ ആമേൻ. ഇത് തന്നെ ആമേൻ കർത്താവ് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നു. നീ സാവധാനമായിരിക്കുക, സമാധാനമായിരിക്കുക, രണ്ട് മുറിക്കൊള്ളുകൾ നീ നിമിത്തം ഭയപ്പെടേണ്ട എന്ന് വ്യക്തമായി അവിടെ അതാ It's പറഞ്ഞിരിക്കുന്നത്. the same thing Isaiah says to him and says, well, do be calm and stay at നോക്കിയേ, peace. ഈ സെക്കൻഡ് ന്യൂസ് പറയാം, അയ്യോ പ്രവാചകൻ പറയാം, മോനെ നീ പേടിക്കണ്ട, കാരണം നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് Pay കേൾക്കണേ. attention to that verse. ഈ മോനെ പോയടാ, മോനെ വാക്യം പാ. Verse 16. നോക്കിക്കേ, ഇവ ഇങ്ങനെ ഇട്ടേക്കണം. നോക്കിയേ, അതിന് അവൻ പേടിക്കണ്ട, നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം. മോനെ ഇനി 14 ഇത് സെയിം ചാപ്റ്റർ 14 ഒന്നിട്ടെ. 14 കണ്ട, അവൻ അവിടേക്ക് ആരെ അയച്ചേ? ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും. അപ്പോൾ ഈ ശക്തിയുള്ള സൈന്യം, കുതിരകൾ. ഇനി അതിൻ്റെ 16 വീണ്ടും വിട്ടെ. അപ്പം നമ്മോട് കൂടെ ഉള്ളവർ ലോകത്തിലെ ഏത് ശക്തിയുള്ള കുതിരകളും രഥങ്ങളുമായാലും അതിനേക്കാളുമാണെന്ന് എൻ്റെ ദൈവമക്കളെ ഒരു ഭോഷന്മാരെ പോലെ വിശ്വസിക്കാൻ പറ്റും. Even as fools, can we understand that the ones that are great in this is greater than the ones that are coming and attacking us? ഓ ജീസസ്. അവിടാണ് ദൈവപ്രവൃത്തികളുടെ ആരംഭം. That's the starting of the God's work. ഭോഷനെ പോലെ വിശ്വസിക്കാൻ ആർക്ക് കഴിയും? അവിടെയാണ് ദൈവപ്രവൃത്തികളുടെ ആരംഭം. And just as fools, can we listen and to the voice of God? That's the starting of His work. ഒരുപക്ഷേ പ്രവാചകന്റെ ബാല്യക്കാരനെ പോലെ നമുക്ക് നമ്മുടെ അകക്കണ്ണ് Maybe അടഞ്ഞിരിക്കുകയായിരിക്കാം. like a servant, our inner eyes are being closed. പക്ഷെ ദൈവം ഒറ്റക്കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അവരിലുള്ള ശക്തിയുള്ള കുതിരകളെക്കാളും രഥങ്ങളെക്കാളും മോനെ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നത്. God is saying and reminding them again, stronger than the chariots and the army that is coming against me. The one in me is greater than them. പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്. There's something else there. മക്കളെ നിങ്ങൾ രണ്ടുപേരും വന്നേ. Two of you come. പ്രണവും പാപ്പിയും കെവിൻ എഴുന്നേറ്റ് വേഗത്തിൽ എഴുന്നേറ്റ് വാ. വേഗത്തിൽ എഴുന്നേറ്റ് വാ. നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഒന്ന് കയറണം. I need this to go into your hearts. നോക്കിക്കേ മക്കളെ, ഇവിടെ നിൽക്കേ. ഇത് പ്രവാചകൻ, ഇത് പ്രവാചക ശിഷ്യൻ. That's the prophet and this is the servant. ആമേൻ. ആമേൻ പറ. ആമേൻ. 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 അപ്പോൾ നോക്കിക്കേ, ഈ രണ്ടു പേർക്കു വേണ്ടി അവൻ ഇറങ്ങി നിന്ന സൈന്യം. നോക്കി, നിങ്ങൾ രണ്ടു പേരായിട്ട് മാത്രമേ കാണാവൂ. You only see them as two ഒരു people. രാജ്യത്തിന്റെ സകല സൈന്യാധിപനും ശക്തിയുള്ള കുതിരകളും രഥങ്ങളും മുഴുവൻ വരികയാണ്. A whole nation's army and chariots are coming against നോക്കി, these two. ഇവർക്ക് ചുറ്റും അങ്ങ് നിന്നു. And they're coming around, surrounding them. ലോകം നോക്കുമ്പോൾ സാധാരണമായിട്ടുള്ള രണ്ട് When the വ്യക്തികൾ, world looks just two simple men, സാധാരണ രണ്ട് വ്യക്തികൾ. two simple എന്നെ നിങ്ങൾ people. ആ വെളിപ്പാടിൽ തന്നെ നമ്മളെ പോലെ സാധാരണ മനുഷ്യർ, Just like me and you are so ജഡത്തിൽ simple. ജീവിക്കുന്ന Those മനുഷ്യർ, are living in the flesh. നമുക്ക് പാപത്തെ ജയിക്കാൻ കഴിയാത്ത There are us മനുഷ്യർ. who can't win over പക്ഷെ sin. ദൈവത്തിന്റെ സ്നേഹത്താൽ ഒരുവന്റെ അകക്കണ്ണ് തുറന്നു നോക്കിയാൽ പറയാം, അയ്യോ മോനെ ബാല്യക്കാരൻ നീ ഭയപ്പെടേണ്ട, നീ കാണുന്ന കുതിരയെക്കാളും രഥങ്ങളെക്കാളും ശക്തി ഉള്ളതിനേക്കാളും എല്ലാം അപ്പുറമായി എന്റെയും നിന്റെയും ചുറ്റും നീ നിൽക്കുന്നത് കണ്ടോ, അവരെക്കാൾ And അധികമാണ്. the one that is living in me, look around you, the one is in me is greater than the one that is surrounding me and you. ആമേൻ. ആർക്കു വേണ്ടിയാ? For who? ആമേൻ. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ 90 അല്ലെങ്കിൽ അത്രയും വയസ്സുവരെ ജീവിക്കുന്ന സാധാരണപ്പെട്ട മനുഷ്യ, ദൈവവൈതലേ, നിനക്കും എനിക്കും വേണ്ടി ഇറങ്ങി നിൽക്കുന്ന സ്വർഗത്തിലെ സർവ്വ സൈന്യാധിപന്റെ സൈന്യമാണെന്ന് പറഞ്ഞാൽ ആത്മാവിൽ വിശ്വസിക്കാൻ കഴിയുന്നവർ എത്ര പേർ ഇതിനകത്തുണ്ട്? How many of you understand that those who live in simple 70, 80, 90 years, that heaven's authority has been given to me and you to battle them? Can we lift our hands up? പാപ്പി മോനെ പ്രവചന ശബ്ദത്തോടെ ആത്മാവിൽ പറയാം, നിന്റെ ചുറ്റും ഇറങ്ങി നിൽക്കുന്നത് ആമേൻ ലോക സൈന്യമല്ല, നിന്റെ ചുറ്റും ഇറങ്ങി നിൽക്കുന്നത് സർവ്വ സൈന്യാധിപന്റെ സൈന്യമാണ്. യേശുവിന്റെ നാമത്തിൽ ഓ വ്യക്തമായിട്ടുള്ള ദൈവ സാന്നിധ്യ ബോധത്തോടാ ഈ ശബ്ദങ്ങളെ പൊതിൽ വിളിച്ചു പറയുന്നത്. മോനെ നീ എഴുതിയിട്ടോ, നിന്റെ ചുറ്റും നിൽക്കുന്ന സൈന്യം നിന്നെ പൊതിയും, പക്ഷെ അതിന്റെ മീതെ
ഒരു സൈന്യമുണ്ട്. അവൻ നിന്റെ കരത്തിൽ പിടിച്ചു പറയും, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. മോനെ നീ എഴുതിയിട്ട്, ദൈവം നിന്നോട് കൂടെ ഇറങ്ങി നിൽക്കുന്ന വർഷമാണ് ഈ വർഷമെന്ന് ആത്മാവിൽ ദൈവസഭയുടെ മുൻപാകെ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവം ഒരുമിച്ച് കരങ്ങളിൽ നന്ദി പറ ശക്തിയോടെ. അപ്പോൾ പറയാ, ബാലിക്കാരനെ പേടിക്കണ്ട. നിന്റെ ചുറ്റും നമ്മോട് കൂടെയുള്ള അവരോട് കൂടെയുള്ളവർക്ക് അധികമാണ്. പിന്നെ എലീശ പ്രാർത്ഥിച്ചു. അതിന്റെ 13 വേഴ്സ് 17 നിന്നിട്ട് മോനെ വേഴ്സ് 17 പറയുക, യഹോവേ അറിയാവുന്ന കാര്യമാണ് നമുക്കല്ല. പക്ഷെ ഒരു ഭക്തനു വേണ്ടി, ഒരു വിശ്വാസിക്ക് വേണ്ടി, ഒരു വിശ്വസിക്കുന്നവന് വേണ്ടി അവന്റെ അകക്കണ്ണൊന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ കണ്ടത് ലോകത്തിൽ അവൻ ഇന്നുവരെ കാണാത്ത സംരക്ഷണമാണ് കണ്ടത്. നമ്മൾ ഈ സമ്പന്നതയെ മനസ്സിലാക്കണം. മക്കളെ, ബാങ്കിനകത്ത് ലക്ഷങ്ങൾ ഉണ്ടായിട്ടും പട്ടിണി കിടക്കേണ്ട അവസ്ഥകൾ പോലാണ് പലരുടെയും ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ആത്മീയ സമ്പന്നതയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു വലിയ പദമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു, എഫേഷ്യൻസ് ചാപ്റ്റർ 1:17 മോനെ, അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ നമ്മൾ വായിച്ചേ? മതി നിങ്ങളുടെ മോനെ വേഴ്സ് 18 ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് കിടക്കുന്നത്. ആമേൻ. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടിയാണ് ഹാവിംഗ് ദ ഐസ് ഓഫ് യുവർ ഹാർട്ട്സ് എൻലൈറ്റൻഡ്. ആമേൻ. എന്തുകൊണ്ട് അങ്ങനെ പൗലോസ് എഴുതാൻ കാരണം? എഫേസ്യ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി ആത്മീയ നന്മകളുണ്ട്. അവരെ ചരിത്രത്തിലേക്ക് പോകുന്നത് അവരെ പുറത്തെടുത്ത അസാധാരണമായ അന്ധകാര ശക്തിയിൽ നിന്ന് ചേർത്ത് പുറത്തു വന്നത്. അത്രത്തോളം ദൈവപ്രവൃത്തി കണ്ടൊരു കൂട്ടർ എഫേസ്യ സഭ. എന്നിട്ട് അവർക്ക് ആ സമ്പന്നത മനസ്സിലാവുന്നില്ല. They don't understand. They do not understand the richness of the Spirit of God. ആ ഒരു വലിയ സമ്പന്ന ആര് അവരുടെ കൂടെ ഉള്ളെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. They are able to understand who is with them today. പൗലോസ് പറയാ, നിങ്ങൾ അകക്കണ്ണ് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. Paul is praying, I pray that your inner eyes will open. എന്തിനാ? ഇനി അടുത്ത വാക്യം നിന്നിട്ട് വേഴ്സ് 18-19 നിന്നിട്ട് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശം മഹിമാദനം ഇനി നിന്നും വേഴ്സ് 19. നോക്കിയ, ഒരുവന്റെ അകക്കണ്ണൊന്ന് തുറന്നാൽ, ഒരുവന്റെ ആ ഇന്നർ സൈറ്റ് ഒന്ന് തുറന്നാൽ, മോനെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ആമേ, കാണുന്നതും കേൾക്കുന്നതും ദൈവശബ്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അസാധാരണമായ പ്രവൃത്തികളെ നമുക്ക് കാണുവാനും കേൾക്കുവാനും. The moment that our inner eyes open, we are able to see extraordinary things that we still haven't seen today. പാസ്റ്റർ, ഇതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. Pastor, we know all these things. ഇതാണ് ആഹാസിന്റെ പ്രശ്നം. This is the problem. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. We know this well. ഇനി ബാക്ക് ടു യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വാ. Come back to Isaiah. ആമേൻ. അവിടെ കാണാൻ കഴിയുന്നത് ആഹാസിനെതിരെ നിന്നത് ഏത് സൈന്യമാ? Which army is standing against Ahaz? എലീശയ്ക്കും ആമേൻ തന്റെ ശിഷ്യനുമെതിരെ നിന്നത് ഏത് സൈന്യമാ? Which army is standing against Elisha and his servant? അപ്പം എഫ്രൈമും അരാമീയ സൈന്യവും കൂടെ ഒരുമിച്ച് ഈ രാജ്യത്ത് നേരെ വരികയാണ്. So the Ephraimites and Aramites are coming against this nation. അവിടാണ് കർത്താവിന്റെ ശബ്ദം പറയുന്നത്, നീ സാവധാനമായിരിക്കുക. That's when they hear God's voice, stay calm. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? Why is it being said like this? ആഹാസ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. Ahaz, you need to understand. നീ എന്റെ വഴിയിലല്ല നടക്കുന്നത്. You're not walking in my way. പക്ഷെ നിന്റെ ഗോത്രത്തെ കുറിച്ച് എനിക്കൊരു വാഗ്ദത്തമുണ്ട്. But
നിന്റെ ട്രൈബിനെ കുറിച്ച് Your എനിക്കൊരു tribe, I പ്രോമിസ് have a promise and a എന്താ prophecy നിന്നിൽ too. കൂടെ രാജാവ് പുറത്തു വരാനുണ്ട്. There's a king that needs അതുകൊണ്ട് to ഈ come out. ട്രൈബിനെ എനിക്ക് തകർത്ത് കളയാൻ ഒക്കത്തില്ല. This tribe cannot go ആമേൻ. defeated. പലപ്പോഴും നമ്മെ പിടിച്ചു നിർത്തും നമ്മുടെ വിശുദ്ധിയല്ല ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ട്. Oftentimes it's not our faith in God, but എത്ര പേർക്ക് God's വെളിപ്പാട് മനസ്സിലായി? faithfulness. How many understand അതുകൊണ്ടാണ് the പറഞ്ഞാൽ പറയാം, revelation? നിങ്ങൾ അവിശ്വസ്തരായിരുന്നിട്ടും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുത്തില്ല. Even if you're unfaithful, God's faithfulness never changes. കാരണം ആകാശം നീ ഒരു കാര്യം Because മനസ്സിലാക്കണം, you need to understand. രണ്ടു വ്യക്തികൾക്കു വേണ്ടി ഞാൻ അഗ്നിമയ രഥങ്ങളെ അയച്ചെങ്കിൽ ആമേൻ, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജ്യത്തിന് വേണ്ടി, ഒരു ഗോത്രത്തിന് വേണ്ടി ഞാൻ അയക്കാതിരിക്കുമോ? If I send 2 chariots for 2 people, will I not send an army for my people today? എത്ര വിശ്വസിക്കുന്നുണ്ട്? How many of you understand? എനിക്കും എന്റെ കുടുംബത്തോടും പറഞ്ഞ വാഗ്ദത്തങ്ങൾക്കകത്ത് എന്റെ ദൈവം അഗ്നിമയ രഥങ്ങളാൽ ഞാൻ അവിശ്വസ്തനായിരുന്നിട്ട് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരാതെ എനിക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ തകർന്നു പോകാതെ ഇറങ്ങി നിൽക്കുമെന്ന് വിശ്വസിച്ച് ആത്മാവിലൊന്ന് പറഞ്ഞാട്ടെ. Even കർത്താവേ, if I was unfaithful, God still remained faithful. Send His chariots for me and you for His promise to be ഞാൻ revealed. അവിശ്വസ്തനാണ്, പക്ഷെ എനിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങണമേ. I was faithful, but God, would you come down for me? Amen. അപ്പോൾ മോനെ, ഈ അരാം സൈന്യത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? What is the biggest desire of this Aramites? ഞാൻ ഇമ്മാനുവേലിലേക്ക് വരുവാ. ആഗ്രഹം എന്താണെന്ന് അറിയാം? അവന്റെ 5-ാം വാക്യം, ഐശയ്യാ ചാപ്റ്റർ 7 വേഴ്സ് 5 ഇപ്രകാരം പറയുക. ആ ആ എന്ന് പറ, നിന്നെ ഇടിച്ചു കളഞ്ഞത്, നീ ഇപ്പോഴായിരിക്കുന്ന സ്ഥാനത്ത് നിന്നെ മാറ്റിയിട്ട് പിശാചിന്റെ പദ്ധതിക്കായിട്ട് ചിലരെ അവിടെ ആക്കണം. After I destroy you, the king, I want what the devil wants to have at that ഞാൻ ഈ place. വാഞ്ചിച്ച കർത്താവ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കർത്താവ് എന്താ എനിക്ക് തന്നെ. God, you gave me these type of verses to me. മക്കളെ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ ശ്രദ്ധിച്ചു കേൾക്കുക. Pay attention quickly. ജീവിതത്തിന്റെ ഏത് സാഹചര്യം, അത് ഞാൻ ആ വാക്കുകൾ ഞാൻ എൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞുവെങ്കിലും കർത്താവ് എന്നോട് പറഞ്ഞ അവിടെ ഒരു ശബ്ദമുണ്ട്. There's a voice that God has told me today. പൊസിഷനുകളെ ചേഞ്ച് ചെയ്യുവാൻ, അല്ലെങ്കിൽ നിങ്ങളെ അതിൽ നിന്ന് മാറ്റുവാൻ ഒരുക്കുന്ന സകല കോൺസ്പിറൻസിക്കകത്തും ദൈവം നിങ്ങളെ കൂടെ ഇറങ്ങുമെന്ന് പബ്ലിക്കിൽ വിളിച്ചു പറയാൻ Every conspiracy that is trying to take you away from the position you are, I am trying to declare that. ഒരിക്കൽ കൂടെ പബ്ലിക്കിൽ വിളിച്ചു പറയുന്നു, ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുന്നു. ആമേൻ. എതിരെ പക്ഷെ ഒറ്റ വ്യക്തിക്ക് വേണ്ടിയായിരിക്കാം, ഓൺലൈൻ വഴി വാച്ച് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. ആത്മാവിൽ പറയുകയാണ്, ആമേൻ, സകല കോൺസ്പിറൻസിക്കകത്തു നിന്നും വെടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. There's a God who brings you out of every conspiracy that has been planned against you today. മിണ്ടാതിരിക്കുക, സാവധാനമായിരിക്കുക. ഈ മുറിക്കൊള്ളികൾ നിമിത്തം നീ ഭയപ്പെട്ടു പോകരുത്. All you need to do is be careful and stay calm and peace. Do not be afraid of these smoking words. എനിക്കറിയാം, ഇത് പറയുമ്പോൾ വ്യക്തമായ ദൈവത്തിന്റെ സാന്നിധ്യം ആ വ്യക്തികളുടെ മേൽ പതിയെ. As I say this, I know God's presence is overwhelming that one person. ഓക്കെ, മുൻപോട്ട് പോകുന്നു. I'm moving forward. ഈ 5-ാം വാക്യത്തിൽ പറഞ്ഞത് അവരുടെ പദ്ധതി അതാ. ഈ 6-ഉം 7-ഉം വായിച്ചോ മാമ. ഞാൻ ആ ആ ആ സ്തോത്രം. മതിയമ്മ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. There's something you need to understand here. ആഹാസ് ഈ ശബ്ദം കേട്ടിട്ടില്ല. Ahaz hasn't heard this voice yet. ആഹാസിനെതിരെ ഇവർ വരുന്നതിന് മുന്നമേ, യഹൂദയ്ക്ക് മുന്നമേ, ഈ അരാം സൈന്യം എഫ്രൈം സൈന്യം ചേർന്ന് ചില പദ്ധതികൾ ഒരുക്കുകയാണ്. Before hearing the word of God for Ahaz, Ephraim and Aramites are joining together. ദൈവം ആ പദ്ധതി കേട്ടിട്ട് പറയാ, ഞാൻ അത് സമ്മതിക്കത്തില്ല. But God hearing this, I will not allow it to happen. നിങ്ങളുടെ കൂടെ എന്താണ്, ഞാൻ അതിന് സമ്മതിക്കത്തില്ല. I won't let it happen. അപ്പോൾ യഥാർത്ഥത്തിൽ പിശാച് പറയും, എൻ്റെ ഒരു ഭാവനങ്ങൾ പറയാം, പിശാച് പറയും, കണ്ടോ അവൻ നിന്നിൽ നിന്ന് അകന്നു പോയവനാ, പിന്നെ എന്നാ സമ്മതിച്ച. Satan is saying he is the one who's left you. What's going to happen? പക്ഷേ ദൈവം പറയും, എന്നാലും ഞാൻ But സമ്മതിക്കത്തില്ല. still, I will not let it happen. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളോട് You need to മനസ്സിലാക്കണം. understand God's love here. എന്നാലും ഞാൻ സമ്മതിക്കത്തില്ല. I still will not let it ഞാൻ happen. ഇന്ന് ഉറക്കെ വിളിച്ച്, അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ നിൽക്കുന്നത്. Jesus. അതുകൊണ്ടാ ഇല്ലയോ പാസ്റ്റർ? സത്യമാണ്. ദൈവം സമ്മതിക്കാഞ്ഞതുകൊണ്ടാ മോനെ. Because God didn't let it happen. കാരണം യേശു ക്രിസ്തുവായ ആമേൻ സ്തോത്രം ഇന്റർസീഡ് ചെയ്യുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിന്നിട്ട് പറയും, അപ്പാ എനിക്ക് ഇവനെ വിട്ടുകൊടുക്കാൻ Because പറ്റില്ല. it's Jesus Christ that intercedes between me and കാരണം you. എന്റെ രക്തം കൊടുത്ത് ഞാൻ വാങ്ങി, Because he's bought by my എനിക്ക് blood. വിട്ടുതരാൻ I പറ്റില്ല. can't give it over. സിമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന ഭാഷയിലാണ് പറഞ്ഞു. Saying in very simple language today. കർത്താവിന്റെ സ്നേഹം അത്ര വലുതാ. Understand God's love that is അതുകൊണ്ടാ for you. ഇത്രമാം സ്നേഹം
ഉയർകൊടു തേനിക്ക ഇത്രമാം സ്നേഹം ഉയർകൊടു തേനിക്ക മന്നവ നിപ്പാനെഴുതല്ല മന്നവ തേടി വന്നു ദോഷിയാമെന്നെയും തേടി വന്നു ദോഷിയാം. ഐശ്യ 7:7 പറയാം, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു, അത് നടക്കില്ല, സാധിക്കാൻ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാൻ കണ്ട ട്രാൻസ്ലേഷൻ പ്രകാരം, Thus says the Lord, it shall not stand, nor shall it come to pass. ഇങ്ങനെ പറയാം, നിനക്കെതിരെ നിൽക്കാനും നിന്നെ മറികടന്ന് പോകാനും യഹോവയായ ഞാൻ സമ്മതിക്കുകയില്ല. In order for you to not to be defeated, God will not let it happen to you. യേശുവിന്റെ The നാമത്തിൽ name of Jesus. ഈ ദൈവസഭയുടെ മേൽ ആത്മാവ് ഞാൻ ഡിക്ലെയർ I ചെയ്യാം. declare this upon this church. നിങ്ങൾക്കെതിരെ കടന്നു പോകാനും എന്റെ ദൈവം അത് സമ്മതിക്കുകയില്ല എന്ന് ഒരിക്കൽ കൂടെ ആത്മീയ അധികാരത്തിൽ നിന്നുകൊണ്ട് കർത്താവ് ഈ ദൈവസഭയോട് കുറവുകളെ ഓർക്കാതെ വേണം. എന്റെ അപ്പനി ദൈവസഭയുടെ മേൽ കനിവ് തോന്നി സകല കുടുംബത്തിന്റെ മേൽ ഈ വാക്കിനെ ഒരു ദൈവദാസൻ എന്ന രീതിയിൽ, ഒരു അപ്പൻ എന്ന രീതിയിൽ എന്റെ മക്കളുടെ മേൽ ആത്മാവിലെ കൈമാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഈ വാക്കിനെ ഡിക്ലെയർ, Thus says the Lord, it shall not stand, nor shall it come pass. In the name of Jesus. വിശ്വസിച്ച കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് ആത്മാൽ കർത്താവ് അത് സംഭവിക്കും. എന്റെ ദൈവങ്ങളുടെ കൂടെ ഉണ്ട്, അതെന്നെ മറികടന്ന് പോകത്തില്ല, അതെന്നെ ജയിക്കത്തില്ല, അതെന്റെ കുടുംബത്തിന് നേരെ നിൽക്കത്തില്ല. അത് രോഗമായിരിക്കാം, ആത്മീയമായിരിക്കാം, ഭൗതികമായ ശുശ്രൂഷ, ഏതായാലും വചനമാ പറഞ്ഞത്. ആമേൻ. ഓക്കേ, കർത്താവ് പറയാം, നിനക്കെതിരെ നിൽക്കുവാൻ മറികടന്ന് പോകാൻ അനുവദിക്കത്തില്ല. ഓക്കെ, അതിന് വേഴ്സ് 8 അടുത്ത കാര്യം പറയുന്നു. അത് നമുക്ക് ഒരു വാക്യമുണ്ട്, പക്ഷെ അതിലേക്ക് പോകുന്നില്ല. ഇപ്രകാരം കാണാം, 65 വ്യക്തമായി കാണാൻ കഴിയും, 2 കിങ്സിലെ കാണാൻ കഴിയും. ആമേൻ. 65 വർഷം കഴിഞ്ഞപ്പോൾ മോനെ എഫ്രൈം തകർന്നു പോയി. After 65 years, Ephraim is destroyed. അപ്പോൾ തകർന്നോ? Were they destroyed then? അപ്പോൾ ശത്രു തകർന്നോ? Did devil be തകർന്നില്ല. പക്ഷെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു ദൈവം. But God delivered them from the devil. പക്ഷെ എന്റെ ആഗ്രഹം എന്തുവാ? Well, what is my desire? ശത്രു തകരണം. The Satan needs to be പക്ഷെ ദൈവത്തിന്റെ പദ്ധതി എന്തുവാ? What is God's plan? അവന് കുറച്ചുകൂടെ സമയം കൊടുക്കുക, give him more time. അവൻ നിൽക്കട്ടെ, പക്ഷെ അവനെ കാണുക തന്നെ നീ ജയിക്കും. But you will win over him. പക്ഷെ ദൈവത്തിന്റെ സമയമാകുമ്പോൾ അവൻ തകർന്നു പോകും. But at God's timing, Satan will be defeated. മുൻപോട്ട് പോകുന്നു. I'm moving forward. Okay, ഇനി വേഴ്സ് 10 വരിക. Verse 10. അവിടെ പറയുന്നു, യഹോവ പിന്നെ ആഹാസിനോട്. The Lord spoke to Ahaz. Yeah. ഈ ഇത് പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ബാക്കി വരുന്ന ദിവസം ചിന്തിക്കാം. നോക്കിക്കേ, ഇവിടെ കാണുന്ന കാര്യം എന്ന് പറയുന്നത് അസാധാരണമായ വാഗ്ദത്തം ആർക്ക് കൊടുക്കുന്ന യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ആഹാസിന് കൊടുക്കുക. Extraordinary prophecy was given from Isaiah to Ahaz. ആഹാസേ, നിന്റെ കൂടെ ദൈവമുണ്ട്. God is with you. നിന്റെ എതിരെ നിൽക്കുന്ന എഫ്രൈമിനെ ഞാൻ 65 സംവത്സരം തകർത്തു. In 65 years I will destroy the tribe of Ephraim. എലീശ പ്രവാചകന് വേണ്ടി ഇറങ്ങിയതുപോലെ നിനക്ക് വേണ്ടി ഞാൻ അതിനെ ഇറക്കും. Just like I came down for Elijah, I will come down for you. നീ മിണ്ടാതിരുന്നാൽ മാത്രം മതി. All you need is do is stay quiet. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. I will fight for you. God is with us. Emmanuel, God is with us. എന്നിട്ട് ആഹാസിനോട് വീണ്ടും അവന്റെ മനസ്സിനെ മനസ്സിലാക്കി, വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക, അവന്റെ മനസ്സിനെ മനസ്സിലാക്കി യഹോവ വീണ്ടും ചോദിക്കുകയാണ്, ആഹാസേ,
നീ എന്നോടൊരു അടയാളം ചോദിക്കേ, ഞാൻ തരാം. എന്താ നിന്റെ ദൈവമായ യഹോവയുടെ പാതാളത്തോളം ഏത് ഉയരത്തിലോ ഒരടയാളം നീ എന്നോട് ചോദിക്കേ, ഞാൻ നിനക്കത് തരാം. In order for Ahaz's mind to be reset, God is asking Ahaz, ask me to give you a sign today. മോനെ ഇനി ആ വാക്യം ഒന്നിട്ടാണ് ഐശയ്യ chapter 7 verse 12 ഒന്നിട്ടാട്ടെ. അയ്യോ, ഇത് കേൾക്കുമ്പം എന്നാ ആത്മീയനാ. What type of spiritual man is this after this response? സത്യമല്ലേ? Isn't it true? ഞാൻ ദൈവത്തെ പരീക്ഷിക്കുന്നില്ല. I'm not doing this right now. എനിക്ക് ചോദിക്കാൻ ഒക്കത്തില്ല. I can't ask this to you. സ്തോത്രം. പക്ഷേ നിങ്ങൾ എൻ്റെ കൂടെ Deuteronomy chapter 6 verse 16 ഒന്ന് വായിക്കണം. നോക്കിയ ഒറ്റ നോട്ടത്തിൽ ഇവൻ ഭയങ്കര ആത്മീയനാണെന്ന് തോന്നുന്നു. പക്ഷെ കപടതയെക്കുറിച്ച് ഒരു കാര്യം ഒന്ന് പറയാൻ വേണ്ടി Deuteronomy chapter 6 verse 16 വന്നിട്ട് നിങ്ങൾ സ്തോത്രം. അപ്പോൾ ദൈവം ചോദിച്ച, ഞാൻ അത് ആ വാക്യം ഞാൻ പരീക്ഷ ഒന്ന് പദം മാത്രം എടുക്കാൻ വേണ്ടി അത് കൊണ്ടുവന്നേ. ആമേൻ. ദൈവം ചോദിച്ച ചോദ്യത്തിന് മറുപടി കേൾക്കുമ്പോൾ ആത്മീയൻ എന്ന സത്യം പറഞ്ഞാൽ തോന്നേണ്ടത്. What we're supposed to understand that when he says that we're supposed to see him as a spiritual man. പക്ഷെ പ്രവാചകൻ ആത്മനിയോഗത്തോട് അടുത്ത വാക്ക് പറയുന്ന ഐശയ്യ chapter 7 verse 13 നിങ്ങളൊന്ന് വരണം. ആ ആ ആ ആമേൻ. മതി നിൽക്കുമേ, അതിലേക്ക് അതിൽ വിശദീകരിക്കാതെ അടുത്ത വിശദീകരിക്കാം. പക്ഷെ 13 വാക്യം ഞാൻ മാത്രം ഒന്ന് പറയാം. ഇവിടെ പറയാം, അതിന് അവൻ ദാവീദ് ഗൃഹമേ കേൾപ്പീൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തെ മുഷിപ്പിക്കുന്നത്. Listen, you members of the royal family of David, isn't it enough for you to test the patience of ഇവിടെ എല്ലാ ദൈവജനവും വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, പാസ്റ്റർമാരുടെ മുമ്പിലും കൂട്ടുവിശ്വാസത്തിന്റെ മുമ്പിലും ദൈവസഭയുടെ മുൻപിലും എത്ര വലിയ സാക്ഷ്യം ആരു പറഞ്ഞെന്ന് പറഞ്ഞാലും ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം ആമേൻ നമ്മുടെ വാക്കിനനുസരിച്ചല്ല. ദൈവം പറയുകയാണ്, എന്താണ് നീ എന്ത് ചെയ്ത് ആമേൻ സ്തോത്രം, എന്നെയും ദാവീദ് ഗൃഹമേ നീ വീണ്ടും എന്നെ എന്ത് ചെയ്യരുത്, പരീക്ഷിക്കരുത്. സ്തോത്രം. അതെന്താ കാര്യം അടുത്ത നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങളുടെ വാക്കുകളെക്കാളും നിങ്ങളുടെ ചിന്തകളെക്കാളും നിങ്ങളെ നന്നായി അറിയുന്നൊരു ദൈവം. നാം ഭയപ്പെട്ടേ മതിയാവുക. ഭയം എന്ന് പറയുമ്പോൾ ഭയങ്കര ആ അർത്ഥത്തില ദൈവത്തെ സ്നേഹിക്കണം. നിങ്ങൾ അവിടാണ് ദൈവത്തിന്റെ ഭയം വെളിപ്പെട്ടു വരുന്നത്. സ്തോത്രം. ലോകത്തിന്റെ അവസ്ഥ ഭയം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. പക്ഷെ ദൈവം പറയാ, മക്കളെ നിന്റെ ഹൃദയത്തെ ഞാൻ അറിയാം. ഇതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ കുറിച്ച് ദൈവം പറഞ്ഞത്, നീ ദൈവമേ ദൈവമേ എന്ന് ഹൃദയം കൊണ്ട് വിളിക്കുന്ന, വാ കൊണ്ട് വിളിക്കുന്ന, ഹൃദയം കൊണ്ട് നിങ്ങൾ എന്നിൽ അകന്നിരിക്കുക. That's what God says to Israel, instead of with your mouth saying oh God, say it within your heart itself. നിങ്ങൾ ആമേൻ സ്തോത്രം. ആ ഭാഗം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്നും കൂടെ ഞാൻ ഒരു വാക്കൊന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ പകുതി കൊണ്ട് പോകേണ്ടി വരും. നോക്കിക്കേ, കർത്താവ് പറയാം, ദാവീദ് ഗൃഹമേ കേൾപ്പിൻ, മനുഷ്യനെ മുഷിപ്പിക്കുന്ന പോരാഞ്ഞിട്ടോ എൻ്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കും. അപ്പം ദൈവത്തിന് ഇവന്റെ ഹൃദയത്തെ മനസ്സിലായി. So God is knowing, understanding his heart. അപ്പോൾ എന്തായിരുന്നു ഇവന്റെ പദ്ധതി? എന്താ? So what was his plan here? ഇവൻ എന്ത് ചെയ്യുന്നു എന്ന് മുന്നമേ ദൈവം മനസ്സിലാക്കി. So God himself knew what he's going to do. അതുകൊണ്ട് കയീന്റെ അടുത്ത് ഒരു വാക്യ പ്രകാരം പറഞ്ഞത്, that's why it says it like this. ആമേൻ. കയീനെ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുക, he says the king, sin is at the door, you better be careful. അതുകൊണ്ട് ദൈവം മുന്നമേ ആഹാസിനെ മനസ്സിലാക്കി പറഞ്ഞു, നീ അടയാളം ചോദിക്കും, ഞാൻ തരാം. That's why God himself is asking himself, നിന്റെ ഉള്ളിൽ മറ്റൊരു പദ്ധതി ഉണ്ടെന്ന് എനിക്കറിയാം. Because God himself knows there's another plan inside of his heart. എന്തായിരുന്നു ആഹാസിന്റെ പദ്ധതി? What was Ahaz's plan? 2 രാജാക്കന്മാർ 2 Kings chapter 16 verse 7 വാക്യം വന്ന വർഷിപ്പിംഗ് കരുവ. ഓക്കെ. ആഹാസ് ഒന്നുകൂടെ വായിച്ച, അശ്വ രാജാവായ തിഗ്ലൽ പിലേസറിന്റെ അടുക്കൽ ദൂതന്മാർ ആരാ അയച്ച്? ആഹാസ് അയച്ചു. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? അടുത്ത വാക്ക്. മതി, ഇവിടെ നിർത്താം. നിങ്ങൾ എല്ലാവരും കണ്ട വാക്യം, അവനെ ആ വാക്യം മാറ്റില്ല മോനെ, പ്ലീസ്. ഞാൻ പറഞ്ഞേ മാറ്റാം.
എല്ലാവരും വാക്യം കണ്ടോ? Pay attention to that verse. ദൈവം പറയാ നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവം എത്ര There's a God. How മനസ്സിലാവുന്നുണ്ട്? many of you understand God knows നമ്മുടെ my heart? ബി പ്ലാനെ നന്നായി അറിയുന്ന ഒരു ദൈവം എത്ര There's a God who മനസ്സിലാവുന്നുണ്ട്? knows the deepest അവിടെ plans of us. ആഹാസ് രാജാവ് അശ്ശൂർ രാജാവിന്റെ അരികിലേക്ക് ചെല്ലുക, എന്നിട്ട് പറ ദൂതന്മാർ അയച്ചു പറയാം, ഞാൻ നിന്റെ ദാസനാ, ഞാൻ നിന്റെ പുത്രനാ. And Ahaz is going to the king of Assyria saying, I'm your സത്യം servant. പറഞ്ഞാൽ ഇത് പ്രവാചകന്റെ ശബ്ദം കേട്ടപ്പോൾ ദൈവത്തോട് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. When he said the prophecy of God, couldn't he have just went straight to God? നമ്മൾ ഇങ്ങനെ പറയുന്നില്ലെങ്കിലും നാം കേൾക്കുക ദൈവമേ സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ തന്നെത്താനൊന്ന് എക്സാമിൻ ചെയ്യാൻ പറയുമ്പോഴൊന്നും നമ്മൾ ചെയ്യാത്തത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് നമുക്കൊരു പ്ലാൻ ബി ഉണ്ട്. പ്ലാൻ ബി എന്താ? നമ്മുടെ ജഡമാ പ്ലാൻ ബി. Even if we examine ourselves, we won't, because we know we have plan B, and that's our flesh itself. നമുക്കെതിരെ ഒന്നും ആരും യുദ്ധത്തിന് വരുന്നില്ല. There's no one who's coming against പക്ഷെ us. നന്നായി ജീവിക്കാൻ നമുക്ക് യഥാർത്ഥത്തിൽ ആഗ്രഹമില്ലെന്ന്. But there's no life or desire that's ഈ encouraging പാസ്റ്റർ us. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. But there's a desire. Why are you saying പക്ഷെ it like എത്രമാത്രം this? ആഗ്രഹമുണ്ട് ഈ ഒരു ആശീർവാദം പറയുന്നിടം ഒരു ആഗ്രഹമുണ്ട്, കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പഴയ മനുഷ്യനായിട്ട് പോകും. After you have a great desire till the benediction, after that desire is യഥാർത്ഥത്തിൽ gone. ആഗ്രഹം ഉണ്ടെങ്കിൽ പഴയ മനുഷ്യനെ കളഞ്ഞിട്ട് പുതിയ മനുഷ്യന്റെ പുതുക്കത്തിൽ തന്നെ ഞാൻ നിങ്ങൾ If ജീവിക്കും. you had that desire, your old man will be gone and your new man will still be active. ഞാൻ നിന്റെ ദാസനും നിന്റെ പുത്രനും. But he is saying again, I'm your servant എന്താ and you are my ദാസൻ എന്ന് master. പറയാൻ കാരണം Why എന്താ? is he saying I'm your മക്കളെ, servant? നിന്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നു. Because I want to do your good, your will. എന്താണ് നിന്റെ ഇഷ്ടം? അപ്പോൾ ജഡത്തിന്റെ ഇഷ്ടം ചെയ്യാത്തവർ എത്ര പേരുണ്ട്? So how many of us are here who doesn't do the flesh's will? ജഡത്തിന് ദാസനാകരുത്. Do not be the servant of the flesh. Jesus. ജഡത്തിന് ദാസനാകരുത്. Do not be a servant of the flesh. സ്തോത്രം. ഇവിടെ ആർക്കാ ദാസനായ? Who did he become a servant ദൈവ to? ശബ്ദത്തെ മറികടന്ന് ശത്രുവിന് ദാസനാകാൻ അങ്ങോട്ട് പറയുക. That he himself with his own mouth has become a servant of the devil പക്ഷേ himself. ഒരു ഇമ്മാനുവൽ നമ്മുടെ കൂടെ But ഉണ്ട്. there's Emmanuel that is with us. വീണ്ടും പറയുക, ഇമ്മാനുവൽ ഗോഡ് ഈസ് വിത്ത് us. Once again, Emmanuel, God is ആഹാസേ, with us. നീ ദാസനാകുന്നു, നീ ഒന്ന് വിശ്വസിക്കുക, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. Ahaz, even if you're a servant or not, നീ I am അവന് still വാക്കു with you. കൊടുക്കുന്നു, നീ ഒന്ന് പറ, എന്റെ കൂടെ ദൈവമുണ്ട്. Even with that promise, God is എന്നെ saying, ഒന്ന് I'm with you. രക്ഷിക്കണമേ കർത്താവേ, God, would you save me? എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ Would you കർത്താവേ. strengthen me? എല്ലാ ദിവസവും എഴുന്നേറ്റ്